ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أوصيكم عباد الله، أوصيكم بتقوى الله. വിശ്വാസികളെ തത്വം കൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ്സ വഹിക്കുക. ഇതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തഖ്വ. മഹാനായ അലി റളിയല്ലാഹു അൻഹു അതിന് നൽകിയ നല്ലൊരു വിശകലനം, അൽ ഖൗഫു മിനല്ലാഹിൽ ജലീൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള തികഞ്ഞ ഭയം. ആ ഭയം ഉണ്ടാകുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് തെറ്റുകളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും മാറി നിന്ന് ജീവിക്കാനുള്ള ഒരു ഊർജവും ഒരു ആർജവവും സംഭരിക്കാൻ കഴിയുന്നത്. പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുക. പാരത്രികമായ ജീവിതത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത് നല്ല ജീവിതം കാഴ്ചവെക്കുക. ഇതൊക്കെയാണ് തഖ്വ എന്നതിന് അലി റളിയല്ലാഹു അൻഹു നൽകുന്ന വിശകലനം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ ഒരു ഘടകം, അൽ അമലു ബിത്തൻസീൽ. പരിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ മുന്നിൽ തുറന്നു വച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം. അതിൽ നമ്മുടെ സർവ്വ നിയമങ്ങളും വിസ്തരിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ വിശകലനം ചെയ്യാത്ത ഒരു വിഷയവുമില്ല. അതിൽ ഒരു വിഷയവും നാം വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിൽ നമ്മുടെ ജീവിതത്തിന് വലിയ മാർഗരേഖ അല്ലാഹു വ്യക്തമായി അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ പ്രധാനപ്പെട്ട് സംസാരിക്കുന്നത്, ഇന്ന് നമ്മുടെ ജില്ലയിൽ പൂർവകാലങ്ങളിൽ പൗരാണിക കാലം മുതൽക്ക് തന്നെ നാടുകളിൽ നിലനിൽക്കുന്ന, എന്നാൽ ഇസ്ലാം കണിശമായി നിഷിദ്ധമാക്കിയ, പരിശുദ്ധമായ ഖുർആനിൽ വളരെ കണിശമായ രൂപത്തിൽ അല്ലാഹു താക്കീത് നൽകി ഓർമ്മപ്പെടുത്തിയ, ബോധ്യപ്പെടുത്തിയ പ്രധാനപ്പെട്ട പല വിഷയങ്ങളുമുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ ജീവിതത്തിനും അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ്വ സമുദായങ്ങളുടെയും സമൂഹങ്ങളുടെയും ജീവിതത്തിന്റെ വിജയത്തിന് അനിവാര്യമായ പല വിഷയങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ സുപ്രധാനമായ 13ഓളം മസ്അലകൾ, 13ഓളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുകയും കുല്ലുഹാ ഫിൽ ഖുർആൻ, ആ 13 ചോദ്യങ്ങൾക്കും അക്കമിട്ടുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വിസ്തരിച്ചു തന്നിട്ടുമുണ്ട്. മാ കാനൂ യസ്അലൂനഹു ഇല്ലാ അമ്മാ യൻഫഉഹും വയൻഫഉൽ മുസ്ലിമീൻ. മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ച, ഖുർആനിൽ ചർവണം ചെയ്ത ഈ 13 വിഷയങ്ങളും അല്ലാത്ത എല്ലാ വിഷയങ്ങളും അവർ ചോദിച്ചത് മുഴുവനും അവർക്ക് ദുന്യവിയും ഉഖ്റവിയുമായ ജീവിതത്തിന് ഉപകാരപ്രദമായതും വരാനിരിക്കുന്ന വരും കാലങ്ങളിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഉപകാരപ്രദവുമായ സുപ്രധാനമായ കാര്യങ്ങൾ മാത്രമേ മഹാന്മാരായ സ്വഹാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് ചോദ്യം ചെയ്തിട്ടുള്ളൂ, അന്വേഷിച്ചറിഞ്ഞിട്ടുള്ളൂ. ഇന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാടുകളിൽ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ, ഇസ്ലാമിന് പൂർണ്ണമായി ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ പലരുമുണ്ട്. എല്ലാം പണ്ഡിതന്മാർ, മഹാന്മാർ സാന്ദർഭികമായി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതിന്റെ ഇസ്ലാമികമായ മാനം എന്താണ് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിസ്തരിച്ചു തരുന്നുണ്ട്.
അൽഹംദുലില്ലാഹ് നമ്മുടെ കൂർഗ് ജംഇയ്യത്തുൽ ഉലമയുടെ 50-ാം വാർഷികം വരുന്ന 12-ാം തീയതി നമ്മുടെ ജമാഅത്തിലെ ഖാദി സുൽത്താനുൽ ഉലമയും അതുപോലെ എന്റെ അഭിവന്ദനായ ഗുരുനാഥർ റഈസുൽ ഉലമയും ബദ്റുൽ സാദാത്ത് തുടങ്ങിയ മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ മഹാനായ സൂഫി സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിൽ വെച്ച് അവിടുത്തെ പരിശുദ്ധമായ മണ്ണിൽ വെച്ചുകൊണ്ട് അരങ്ങേറാൻ പോവുകയാണ്. എല്ലാവരെയും അക്കാര്യം പ്രത്യേകം അറിയിക്കാനും ഉണർത്താനും എല്ലാവരോടും അതിൽ പങ്കെടുക്കാനും വേണ്ടി അതിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മഹാനായ സയ്യിദ് അവர்கள் ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം പണ്ഡിതന്മാരുടെ കർത്തവ്യവും അവരുടെ കടമയുമാണ്. ഇതുപോലുള്ള എന്തെങ്കിലും അനാചാരങ്ങളും അനിസ്ലാമികങ്ങളും ഇസ്ലാമിന് വിരുദ്ധമായ വല്ല പ്രവണതകളും തന്റെ മൂക്കിന് താഴെ അഴിഞ്ഞാറുമ്പോൾ അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം പണ്ഡിതന്മാർ വിവരമുള്ളവർ നിർവഹിച്ചു കൊള്ളണം. അതല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ അപാരമായ കഠിനമായ ശാപത്തിന് അത്തരം ആളുകൾ അതിനെ കുറിച്ച് ഉദ്ബോധനം നടത്താത്ത ആളുകൾ അള്ളാഹുവിൽ നിന്നുള്ള ശാപത്തിന് പാത്രീഭൂതരാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അന്ന് സ്വഹാബത്ത് ആ കാലഘട്ടത്തിൽ അന്ധകാര യുഗത്തിൽ വിവരമില്ലാത്ത ആളുകളുടെ ആ യുഗത്തിൽ അഴിഞ്ഞാടിയിരുന്ന പ്രധാനപ്പെട്ട രണ്ട് അഴിഞ്ഞാട്ടങ്ങളാണ്, രണ്ട് പ്രവർത്തനങ്ങളാണ്. ഒന്ന് മദ്യപാനവും മറ്റൊന്ന് ചൂതാട്ടവും. ആ കാലത്ത് വളരെയധികം നിറഞ്ഞു അന്ധകാര യുഗത്തിൽ പൗരാണിക കാലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന രണ്ട് പ്രവണതകളാണ് ഈ ചൂതാട്ടവും മദ്യപാനവും. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. അതിനെ കുറിച്ച് സ്വഹാബത്ത് വന്ന് ചോദിച്ചു, നബിയെ തങ്ങളുടെ ഹദറത്തിൽ വന്ന് മദ്യപാനത്തെ കുറിച്ച് അവർ അന്വേഷിക്കും, ചൂതാട്ടത്തെ കുറിച്ചും അവർ അന്വേഷിക്കും. ചൂതാട്ടം എന്നതിന് എന്ത് പേര് നൽകിയാലും നാമകരണം നൽകിയാലും നമ്മുടെ കേരളത്തിൽ അതിന് സൗഭാഗ്യ ഭാഗ്യക്കുറിയെന്നോ കാരുണ്യ ഭാഗ്യക്കുറിയെന്നോ നമ്മുടെ നാട്ടിൽ അതിന് ഏത് രീതിയിലുള്ള പേരുകൾ ഇട്ട് അതിനെ താലോലിച്ചാലും അതൊക്കെ നിഷിദ്ധമാണ്. ഇപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പുതിയ പേരുകളൊക്കെ കേൾക്കാം. ലക്കി സ്കീം എന്നോ അല്ലെങ്കിൽ ലക്കി ഡ്രോ എന്നോ അല്ലെങ്കിൽ പ്രൈസ് ലക്കി എന്നോ ലക്കി പ്രൈസ് എന്നോ ഏത് രീതിയിലുള്ള പേരുകൾ നാമകരണം അതിന് നൽകിയാലും അതിനെ സംബന്ധിച്ച് 1400 വർഷം മുമ്പ് ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ ഇതിന്റെ വിധി? എന്താണ് ഇങ്ങനെ മദ്യപാനം അഴിഞ്ഞാടുമ്പോൾ ചൂതാട്ടം നാട് നിറഞ്ഞു കവിയുമ്പോൾ അതിനെ കുറിച്ച് തങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നബിയെ? അവർ ചോദിച്ചപ്പോൾ കുൽ നബിയെ തങ്ങൾ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അന്വേഷിച്ചു വരുന്ന ആ അന്വേഷകന്മാരോട് പറയണം, അതിൽ വണ്ണമായ കുറ്റമാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾ എടുത്തു പറയുന്ന ചില നന്മകളോ ഉപകാരങ്ങളോ ഒക്കെ അതിൽ കാണാം. ഉദാഹരണത്തിന് മദ്യപിക്കുന്നതിലൂടെ ചിലപ്പോൾ മൈൻഡ് ഒന്ന് ഫ്രീ ആകും, ടെൻഷൻ ഒന്ന് നീങ്ങും. അതല്ലെങ്കിലോ അങ്ങനെ മസ്ത് ബാധിച്ച് അങ്ങനെ നീണ്ട കിടത്ത് ഉറങ്ങിക്കിടക്കാം. അതല്ലെങ്കിൽ ഭക്ഷണം ദഹിക്കാതെ വല്ലത് വയറ്റിൽ കിടക്കുന്നുണ്ട് എങ്കിൽ മദ്യപാനത്തിലൂടെ അത് പൂർണ്ണമായി ദഹിച്ചു പോയേക്കാം. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഉപകാരങ്ങൾ അതിന് പറയാനുണ്ടെങ്കിലും പക്ഷേ അതിലൂടെ നാട്ടിൽ മുഴുവനും വിവേകം നഷ്ടപ്പെട്ടവനായി, സമൂഹത്തിൽ മുഴുവനും പരിഹസിക്കപ്പെട്ടവനായി, അതിലൂടെ അവൻ കുടുംബം തകർക്കുന്നു, നാടിനെ ചിന്ന ഭിന്നമാക്കുന്നു, സമുദായത്തെ തന്നെ തമ്മിലടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. എന്നാൽ അതിലൂടെ കിട്ടുന്ന ഒരാള് നേടിയെടുക്കുന്ന കുറ്റം, ആ കുറ്റമാണ് ഭയാനകം, അതാണ് വണ്ണമായത് എന്ന് നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം. ഇതിൽ പ്രധാനമായി രണ്ടാമതൊരു ചോദിച്ചറിഞ്ഞ സ്വഹാബത്ത് ചോദിച്ചറിഞ്ഞ മൈസിർ, ലോട്ടറി, മിൽക്കി ഡ്രോ അല്ലെങ്കിൽ ലക്കി സ്കീം എന്ത് പേരിൽ തന്നെയാണെങ്കിലും അതിനെ കുറിച്ച് സ്വഹാബത്ത് ചോദിച്ചറിഞ്ഞു. ആ കാലം അന്ന് നടന്നിരുന്ന ലോട്ടറിയുടെ ശൈലിയും അന്ന് നടന്നിരുന്ന ഈ ലക്കി സ്കീമിന്റെ ശൈലിയും എന്തായിരുന്നു എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ പച്ചയായി എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്നത് വലിയ
കോംപ്ലക്സുകളും അതുപോലെ വലിയ കെട്ടിടങ്ങളും വലിയ വീടുകളും വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളും അല്ലെങ്കിൽ ഈ സ്വർണത്തിന് മൂല്യം കൂടി നിൽക്കുന്ന ഈ സമയത്ത് വലിയ തൂക്കത്തിൽ വരുന്ന സ്വർണ്ണ നാണയങ്ങളോ അല്ലെങ്കിൽ കോയിൻസുകളോ ഒക്കെയാണ് ഇന്ന് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് എങ്കിൽ ആ അജ്ഞതയുടെ യുഗത്തിൽ അന്ന് അവിടെ അരങ്ങേറിയിരുന്ന ലോട്ടറിയുടെയും ഈ ലക്കി സ്കീമിന്റെയും ശൈലി കാനൂ യസ്തറൂന ജസൂറൻ വയദ്മനൂന സമനഹു വലാ യുഅദ്ദൂനഹു ലിയുദ്ഹിറ ബിൽ ഖിമാരി അന്നഹു അലാ മൻ യജിബു ഫയൻഹറൂനഹാ വയുജസ്സിഊനഹാ അശ്റത അജ്സാഇൻ ثم يسحبون عليها بعشرة قداح يقال لها الأسلام തുടങ്ങി വളരെ വിശദമായി അതിനെ വിശകലനം ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ ആശയം പറയാം. അന്ന് ആ നാട്ടിൽ അരങ്ങേറിയിരുന്ന ഒരു ലോട്ടറിയുടെയും ഈ ലക്കി സ്കീമിന്റെയും ഒരു ശൈലി വിലപിടിപ്പുള്ള ഉദ്ഘാടന ചന്തയിൽ നിന്ന് വിലപിടിപ്പുള്ള നല്ല ഒരു ഒട്ടകം വാങ്ങി ആ ഒട്ടകത്തിനെ എല്ലാ നിലക്കും അതിനെ അണിയിച്ചൊരുക്കി ചന്തയിൽ നിർത്തിയിട്ട് ഒരു 10 സ്തൂപങ്ങൾ എടുക്കും, നെറുക്കുകൾ എടുക്കും. ആ 10 നെറുക്കുകളിൽ 7 എണ്ണത്തിന്റെ മേലിൽ നമ്പർ ഇട്ട് വെക്കും, 3 എണ്ണത്തിന് 0 എന്ന് അടയാളപ്പെടുത്തി വെക്കും. എന്നിട്ട് അതിനെ ഒരു കുറ്റിയിൽ വെച്ച് നല്ല ഒരു മധ്യസ്ഥൻ, 2 കൂട്ടരിലേക്കും ഇടപെടാത്ത ഒരു നല്ല നീതിമാനായ ഒരാളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അയാളാണ് ഇതിനെ ഒന്ന് കശക്കിക്കൊണ്ട് അതിനെ എടുക്കുന്ന ആള്, എടുപ്പിക്കുന്ന ആള്. അങ്ങനെ ഓരോരുത്തർ ഈ ഒട്ടകത്തിന്റെ മാംസത്തെ 28 വിഹിതമാക്കും. അതിന്റെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. 28 വിഹിതമാക്കി ഈ ഒട്ടകത്തിന്റെ മാംസത്തിനെ 28 വിഹിതമാക്കും. എന്നിട്ട് അതിനെ 10 നെറുക്കുകളാണ് എടുക്കുന്നത്. 10 ആളുകൾ അവിടെ തനിച്ചുകൂടി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഈ മധ്യസ്ഥനായ ആള്, നീതിമാനായ ആള് അതിനെ കുലുക്കി ഓരോരുത്തരെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ ഒരാളെടുക്കുമ്പോൾ അയാളുടെ നമ്പറിൽ 7 എന്നാണെങ്കിൽ ഈ ഒട്ടകത്തിന്റെ 7 അതിനെ 28 വീതമാക്കിയാൽ 7 ഭാഗം ഈ 7ാം നമ്പറുകാരൻ കൊണ്ടുപോകും. 5ാം നമ്പർ കിട്ടിയാൽ 5 ഭാഗം എടുത്തു പോകും. 28 വീതമായി മാംസം 20 ഒട്ടകത്തിന് അറുക്കും. എന്നിട്ട് അതിനെ 28 വീതമായി മാംസം ബാക്കിച്ചു വെക്കും. എന്നിട്ട് 7 ഭാഗം 7 നമ്പർ കിട്ടിയവൻ 5ാം നമ്പറുകാരൻ 5 ഭാഗം, 6ാം നമ്പറുകാരൻ 6 ഭാഗം, അങ്ങനെ ഓരോരുത്തരുമായി കൊണ്ടുപോകും. അങ്ങനെ ഈ 1 മുതൽ 7 വരെയുള്ള സംഖ്യകളിലൂടെ ഈ ഒട്ടകത്തിന്റെ 28 വഹിതവും തീർന്നു പോകും. നമുക്ക് ആ നമ്പറുകൾ ഓരോന്നും പ്രസ് ചെയ്ത് കൂട്ടിയാൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആ രീതിയിലായിരുന്നു അന്ന് ഒരു നെറുക്കെടുപ്പ്. പിന്നെ 3 ആളുകൾ, ഈ 0 കിട്ടിയ 3 ആളുകൾ കൂടെയാണ് ഈ ഒട്ടകത്തിന്റെ വില അവിടെ വെക്കേണ്ടത്. അവിടെ തന്നെ വെച്ചോളണം, അവിടെ തന്നെ അതിനെ സമർപ്പിച്ചോളണം അവർ. അപ്പോൾ ഈ 7 ആളുകളോ അവർക്ക് ആ ഒട്ടകത്തിന്റെ പേര് മാംസം കിട്ടി എന്നല്ലാതെ യാതൊരു ചെലവുമില്ല. പിന്നെയോ ഈ മാംസം ഇവർ എന്ത് ചെയ്യും? ഇവർ സ്വന്തം കുടുംബത്തിൽ പോയി വയറ് നിറച്ച് കഴിക്കുന്ന സ്വഭാവമല്ല, മറിച്ച് ഈ മാംസം ഇവർ എന്ത് ചെയ്യും? ആ നാട്ടിൽ അതിനെ കുറിച്ച് പണ്ഡിതന്മാർ എഴുതി വെക്കുന്നുണ്ട്. അവർ ആ നാട്ടിലുള്ള പാവങ്ങളെ തേടിപ്പിടിച്ച് പാവങ്ങളെ സഹായിക്കാനാ ലോട്ടറി എന്ന് പറയും. പാവങ്ങളെ സഹായിക്കാനാണ് ഈ ലക്കി സ്കീം, കുടുങ്ങിയവർക്ക് രക്ഷപ്പെടാനാണ് ഈ ലക്കി ഡ്രോ എന്നൊക്കെ പറയും. പക്ഷേ അതിനെ ആ മാംസമെടുത്ത് ആ കാലത്തിലെ യുഗത്തിലെ ആളുകൾ അന്ന് ആ മാംസമെടുത്ത് സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോകാതെ നാട്ടിലെ പാവങ്ങളെ തേടിപ്പിടിച്ച് ആ പാവങ്ങളെ സഹായിക്കുകയാണെന്ന് ആ കാലത്ത് ചെയ്തിരുന്നത്. എന്നിട്ട് പാവങ്ങളെ സഹായിച്ച് അവരിങ്ങനെ പൊങ്ങച്ചെന്നടിച്ചു നടക്കും. നമ്മൾ അവരെ സഹായിച്ചു, നമ്മൾക്ക് ലോട്ടറി കിട്ടി, അവരെ സഹായിച്ചു, ആ സ്കീമിലൂടെ നമുക്ക് വിജയം കൈവരിച്ചു, നമ്മൾ അവരെ സഹായിച്ചു എന്നുള്ള അഹങ്കരിച്ച് നടക്കും അവർ. എന്നാൽ അതിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഒരു പ്രവണതയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിൽ വണ്ണമായ കുറ്റമുണ്ട്, തെറ്റുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞത് സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് അന്വേഷിച്ചു, മറുപടി കൊടുക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചു. പരിശുദ്ധമായ ഖുർആനിൽ ഇതേ പരാമർശം ഈ ഹല്ലിനെ കുറിച്ചും ഈ മൈസൂർ ഇത്യാദി ചൂതാട്ടങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അത് റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അശുദ്ധമായ ഒരു സ്വഭാവമാണത്, ഒരു മാലിന്യം നിറഞ്ഞ പ്രവണതയാണത്. അത് നിങ്ങൾ കൊണ്ടു നടക്കരുത്,
ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിലേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനെ പരാമർശിച്ച് ഈ ചൂതാട്ടവും മദ്യപാനവും ഒക്കെ ഒറ്റയടിക്കന്ന് നിഷിദ്ധമാക്കാതെ ഇസ്ലാം വളരെ സാന്ദർഭികമായി യുക്തിപരമായി നന്നായി ബോധ്യപ്പെടുന്ന രീതിയിൽ ആ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെ നിഷിദ്ധമാക്കിയത് വളരെ ബുദ്ധിപരവും യുക്തിപരവുമായിട്ടാണ്. എല്ലാവർക്കും സമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് അതിനെ അല്ലാഹു നിഷിദ്ധമാക്കിയത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് അതിന്റെ അവസാന ഘട്ടത്തിൽ അല്ലാഹു ഈ ചൂതാട്ടത്തെയും ഈ മദ്യപാനത്തെയും പരാമർശിച്ചുകൊണ്ട് അവസാനം അല്ലാഹു ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും ഈ ചൂതാട്ടവും അതുപോലെ ഈ മദ്യപാനവും ഒഴിവാക്കാൻ ഇനിയും സമയമായിട്ടില്ലേ? നിങ്ങൾക്ക് ഈ പണി നിർത്താൻ സമയമായിട്ടില്ലേ എന്നാണ് അല്ലാഹു അവസാനമായി താക്കീതോടുകൂടെ അതിനെ ചോദിച്ചത്. അതിന് വിശകലനം ചെയ്ത പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാം. ഉദ്ഘാടന ചന്തയിൽ ഈ നമ്മുടെ നാട്ടിൽ കാണാറില്ലേ? എന്റെ നാട്ടിൽ പോയാൽ കൊട്ടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിൻ ഇറങ്ങി എന്റെ റോഡിലേക്ക് ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ആ റോഡ് സൈഡിൽ മുഴുവൻ കാണാം മുള സർവത്ത്, മുളയരി പായസം, പാലട പ്രഥമൻ. കുടിച്ചിട്ടുണ്ടാ? അവിടെ ഒന്ന് കുടിച്ചതിന്റെ ടേസ്റ്റ് അറിയണം, പിന്നെ കുടിക്കും. ഇങ്ങനെയുള്ള പാനീയങ്ങൾ വിതരണം ചെയ്യുന്നത് കാണാം. എന്നാൽ ഇതേപോലെ ഉദ്ഘാടന ചന്തയിൽ നല്ല വീപ്പകൾ കൊണ്ടുവന്നു വെച്ച് മദ്യങ്ങൾ ക്ലാസ് കണക്കിന് അവിടെ വിൽപ്പന നടത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ആയത്തിറങ്ങിയ ഭാഷാന്തരത്തിൽ അതിലേക്ക് വീപ്പകൾ പൊക്കിയെടുത്തു, അതിനെ അടിച്ച് തകർത്ത് ആ ചന്ത മുഴുവനും മദ്യം കൊണ്ട് മദ്യത്തിന്റെ പുഴയായി ഒഴുകുന്ന രീതിയിൽ ഒഴുകിപ്പോയി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അവർക്കത് കേൾക്കുമ്പോഴേക്ക് അല്ലാഹുവിന്റെ നിയമം വന്നപ്പോഴേക്ക് അവർ അതിനെ ശിരസ വഹിച്ചു. ഇതിനെ കുറിച്ച് അവസാനിപ്പിക്കണം. ഈ പണി മദ്യപാനവും ഈ ലോട്ടറി ചൂതാട്ടം പോലുള്ള പ്രവണതകളും അവസാനിപ്പിക്കണം എന്നർത്ഥം വരുന്ന രീതിയിലുള്ള പരാമർശം അവതരിച്ചു. അവൻ ചില സഹാബത്ത് ചിന്തിച്ചു, പറയുകയും ചെയ്തു, ഇത് നിഷിദ്ധമാണെങ്കിൽ നേരത്തെ പറയട്ടെ. എത്രയോ ആളുകൾ മദ്യപിച്ച് ചൂതാട്ടം നടത്തി കുറെ ആളുകൾ മരിച്ചുപോയില്ലേ? അന്ധകാലത്ത് പറയേണ്ടത് അന്ന് പറയാതെ ഇപ്പോഴാണ് പറയുന്നത്. അപ്പൊ അന്ന് മരിച്ചുപോയ ആളുകളൊക്കെ എന്താവും? മദ്യം കഴിച്ച് മരിച്ചുപോയ ആളുകളുടെ മാനം എന്തായിരിക്കും എന്ന് ചില സ്വഭാവത്ത് തന്നെ പറയാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹുവിന്റെ നിർദ്ദേശം, നിങ്ങൾ ഇവിടെ അല്ലാഹുവിനെ അനുസരിച്ചാൽ മതി. റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വഴുതറു, നിങ്ങൾ പേടിച്ചു വിട്ടുനിന്നോളണം. ഇനി അതല്ല, ഇതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഇനിയും ഇതേ പ്രവണതകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണോ എങ്കിൽ ഫഅലമു, അറിഞ്ഞോളണം, അന്നമാ അലാ റസൂലിൽ ബലാഉൽ മുബീൻ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കിടാവായി, പ്രബോധകനായി, പ്രവാചകനായി ഈ നാടിനെയും സമൂഹത്തെയും സമുദ്ധരിക്കാൻ വേണ്ടി വന്ന ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ കളവ് പറയുന്നവനല്ല, ഞാൻ സത്യം മാത്രം പറയാൻ വിധിക്കപ്പെട്ടവരാണ്. എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ദിവ്യ സന്ദേശത്തിലൂടെ മാത്രമാണ് സമുദായത്തിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുത്തിട്ടുള്ളത്. ഈ സന്ദേശം അതിൽ നിന്ന് തിരിഞ്ഞു കളയാൻ പാടില്ല. മഹാ തെറ്റാണത്, മഹാ വൻ കുറ്റമാണത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി അതിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ആ കാലത്ത് അന്ധകാല യുഗത്തിലുള്ള ആളുകൾ അവരുടെ സ്വഭാവം എങ്ങനെയെങ്കിലും സമ്പാദ്യമാണ്, എങ്ങനെയെങ്കിലും സമ്പാദിച്ചാൽ മതി. ആ കാലഘട്ടത്തിലെ സ്വഭാവങ്ങൾ പണ്ഡിതന്മാരെ എഴുതി വെച്ചത് കാണാം. സ്വന്തം സഹോദരന്റെ ഈ കാലം അതിന്റെ ആവർത്തനമാണോ എന്ന് തോന്നിപ്പോകും നമുക്ക്. സ്വന്തം സഹോദരന്റെ കഴുത്തെടുത്തിട്ട് പണം തട്ടിയാലും വേണ്ടില്ല, ആ സഹോദരന്റെ കയ്യിലാണ് പണമെങ്കിൽ അവരിൽ നിന്ന് അതിനെ കവർന്നെടുക്കാനുള്ള വല്ല മാർഗവുമുണ്ടോ? എന്നാൽ
ചിന്തിക്കുന്നത് എന്ന് ആ കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നു. ഈ കാലം അതിന്റെ ആവർത്തനമാണോ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ഒരു ഒട്ടകത്തിന് മാംസം നിർത്തിയിട്ട് ലോട്ടറിയും ചൂതാട്ടവും നടത്തുന്ന സ്വഭാവം ആ വിവരമില്ലാത്ത ആ യുഗത്തിൽ നടന്നിരുന്ന പ്രവണത ഈ സമൂഹത്തിലേക്ക് ഏത് കാലം മുതലാണ് വ്യാപിച്ചു വന്നത്? അതിനൊപ്പം മഹാന്മാർ, ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ബെൽജിയം, ബർഗുണ്ടി എന്നീ സ്ഥലങ്ങളിലെ ടൗണിലാണ് ഈ ചൂതാട്ടം, ലോട്ടറി, ലക്കി സ്കീം പിന്നീട് ആവർത്തിച്ച് തുടർന്നു വന്നത് എന്നാണ്. അന്ന് അതിനവർ അവിടെ പറയുന്ന 15-ാം നൂറ്റാണ്ടിൽ അതിനവർ മുന്നിൽ വെച്ച കാരണം, ഈ ലോട്ടറി സംവിധാനം നാട്ടിൽ വ്യാപകമാക്കുന്നതിന് അവർ മുന്നിൽ വെച്ച കാരണം, ഒന്നാമത്തെ കാരണം ഇത് നാടിന് സാമ്പത്തികമായി നഷ്ടം വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധമാണ് എന്ന ഒരു കാരണവും, രണ്ടാമതൊരു കാരണം പാവങ്ങളെ സഹായിക്കാമല്ലോ. ഏത് ഈ ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചെടുക്കുന്ന സമ്പത്തിലൂടെ പാവങ്ങളെ സഹായിക്കാമല്ലോ എന്ന രണ്ടാമതൊരു കാരണമാണ് ആ കാലഘട്ടത്തിൽ, ആ 15-ാം നൂറ്റാണ്ടിൽ സമൂഹത്തിൽ അവർ അവതരിപ്പിച്ചിരുന്നത്. 1520 മുതൽ 29 ആ കാലയളവിൽ ഫ്രാൻസിസ് ഒന്നാമൻ ആണ് പിന്നീട് അതിന് നടപ്പിലാക്കിയത്. ഈ ലോട്ടറി എന്നുള്ളത്, ലോട്ടോ എന്ന ഒരു ഇറ്റാലിയൻ പദത്തിൽ നിന്നാണ് ലോട്ടറി എന്ന നാമകരണം സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ 1530-ലാണ് പണം സമ്മാനമായി സംഖ്യ, അപ്പൊ നമ്മളൊക്കെ കാണുന്നത് പോലെ 25 കോടി, 30 കോടി, 1 കോടി ആ രീതിയിലുള്ള പണം സമ്മാനമായിട്ട് നൽകുന്നത്, ലോട്ടറിയുടെ പിന്നിൽ പണം സമ്മാനമായി നൽകുന്നത് 1530-ലാണ്. 1863-ൽ നാഷണൽ ലോട്ടറിയായി ഇറ്റലിയിലാണ് ഇത് പ്രാബല്യത്തിൽ പൂർണ്ണമായി സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഈ സ്വഭാവം, ഇതിനെ കുറിച്ച് ഒരു ചെറിയ ഒരു വിശകലനം ബഹുമാനപ്പെട്ട കൊണ്ടങ്കേരി ഉമർ ഖത്താബ് ഉസ്താദ് അവതരിപ്പിച്ചത് കേട്ടു. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഈ ഒരു സ്വഭാവം കടന്നു വന്നത് കേരളത്തിലാണത്രേ. ആദ്യം 1967 നവംബർ 1-ന് നറുക്കെടുപ്പ് നടന്നത് 1968 ജനുവരിയിലും. കേരളത്തിൽ അങ്ങനെ, പിന്നെ കേരളത്തിന്റെ ചോയ പിന്നെ കൊടകിലേക്കും കർണാടകയിലേക്കും ഒക്കെ കടന്നു വരുമല്ലോ. പിന്നെ അത് വ്യാപകമായി നടക്കുന്നു. ഒന്നാവും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് തന്നെയാണെങ്കിലും ഇത്തരം സ്വഭാവങ്ങൾ, ഈ പന്തയം വെച്ചുകൊണ്ടുള്ള പരിപാടികൾ, ഏത് രീതിയിലുള്ള സമ്മാനങ്ങൾ നൽകിയാലും, സംഖ്യകൾ സമ്മാനം നൽകിയാലും, കോംപ്ലക്സുകൾ സമ്മാനം നൽകിയാലും, വീടുകളോ വാഹനങ്ങളോ മറ്റു വീട്ടുപകരണങ്ങളോ സ്വർണ്ണ കോയിനുകളോ എന്ത് സമ്മാനമായി പ്രവചിച്ചാലും ഇത് മുഴുവനും നിഷിദ്ധമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ നമ്മുടെ ധർമ്മശാസ്ത്രത്തിന്റെ വലിയ സമുദ്ധാരകനായ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ഖിമാറു ബിഅയ്യി നൗഇൻ കാന, ഏത് രീതിയിൽ പന്തയം വെച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും അത് മുഴുവൻ നിഷിദ്ധമാണ്. അതിനെ വിരോധിക്കാനുള്ള സുപ്രധാന കാരണം, അതിനെ വലിയ കാര്യമായിട്ട് എടുത്ത് അവതരിപ്പിക്കാനുള്ള കാരണവും, അന്നഹു മിൻ അഖിൽ അംവാലിന്നാസ് ബിൽ ബാത്തിലല്ലദി നഹാ അൻഹു തആല, അല്ലാഹു നിഷിദ്ധമാക്കിയ വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിലി, നിങ്ങൾ നിഷിദ്ധമായത് എടുത്ത് നിങ്ങൾ ഭക്ഷിക്കരുത്. ജനങ്ങളുടെ മുതലുകൾ നിങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് തന്നെ നിഷിദ്ധമായ രീതിയിൽ കൈപ്പറ്റി നിങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥ, തിന്നുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോട്ടറി സംവിധാനം, ഈ ഭാഗ്യക്കുറികളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരാളെയായിരിക്കും സ്റ്റേജിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുക. ഒരുപാട് യൂട്യൂബർമാരും ഒരുപാട് മാധ്യമങ്ങളും ഒരുപാട് മറ്റു എല്ലാ വാർത്താ വിനിമയ ഉപകരണങ്ങളുമായി ഓരോരുത്തരും വന്നുകൂടി നിന്ന് ഒരാളെ സ്റ്റേജിൽ നിർത്തി ഇയാളാണ് ഈ ഭാഗ്യക്കുറിയിൽ ഭാഗ്യവാൻ എന്ന് അയാളെ പൂമാല ഇട്ടുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ടാവും. എന്നാൽ ആ ഒരാളുടെ മുഖത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോട്ടറി അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ പങ്കുചേർന്നത് 2 ലക്ഷം ആളുകളാണെങ്കിൽ ആ 2 ലക്ഷം ആളുകളിൽ നിന്ന്
ഒരു ഭാഗ്യവാനാണിത്. ബാക്കിയുള്ള ഈ ഒരാൾ ഒഴിച്ചുള്ള ആ ലക്ഷക്കണക്കിന് ആളുകൾ മുഴുവനും നിർഭാഗ്യവാന്മാരാണ്. അവർ മുഴുവനും സാധിച്ചു നിൽക്കുകയാണ്. എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് അടിച്ചില്ലല്ലോ എന്ന ആ വിഷമം അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോ ലക്ഷക്കണക്കിന് നിർഭാഗ്യവാന്മാരുടെ സമ്പത്താണ് ഇയാളുടെ കൈകളിലേക്ക് എത്തുന്നത് നിഷിദ്ധമായ രീതിയിൽ. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ലാഹു നിഷിദ്ധമാക്കിയതാണ്. പണ്ഡിതന്മാർ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഈ ഒരു പന്തയവും ഈ ഒരു ലോട്ടറിയും എല്ലാം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനത്തിന് കീഴിൽ കടന്നു വരുന്ന ഒരു സ്വഭാവമാണ്. എന്താണ്? ഇന്ന റിജാലൻ യതഹബ്ബൂന ഫീ മാലിൽ ഗൈർ. മറ്റുള്ളവരുടെ മുതലിൽ കൈകടത്തലുകൾ നടത്തുന്ന ചില ആളുകളുണ്ട്. ഒരു അവകാശവുമില്ലാതെ മറ്റുള്ളവരുടെ മുതലുകളിൽ കൈകടത്തലുകൾ നടത്തുന്നവർ അവർക്ക് ഭയാനകമായ കത്തിയാർന്ന നരകമാണ് അവരെ കാത്തിരിക്കുന്നത്. അല്ലാഹുവേ, ഞാൻ സ്വർഗ്ഗത്തിന് അവകാശിയല്ല. എനിക്ക് നരകത്തിന്റെ ആ ഭയാനകമായ ശിക്ഷ ഉൾക്കൊള്ളാനോ അനുഭവിക്കാനോ ഉള്ള ശേഷി എനിക്കില്ല. അതാണ് നരകം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാനത് ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും ആളുകളെയോ ഉന്നം വെച്ച് സംസാരിച്ചതല്ല. ആരെങ്കിലും ശ്രദ്ധകുറവുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഇത്തരം സംവിധാനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ബാക്കിക്കുറികളോ ഇതുപോലുള്ള ലക്കികളോ കേൾക്കുമ്പോഴേക്ക് അതിലേക്ക് ആയിരങ്ങളും മുടക്കി അതിലേക്ക് പ്രവേശിക്കുന്ന, അതിലേക്ക് കടന്നുകൂടുന്ന ആളുകൾക്ക് സത്യം ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ഉപകാരപ്രദമാവട്ടെ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.